സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പറഞ്ഞു. അതെ, മനുഷ്യനൊരു പാപമോചനം ആവശ്യമാണ്, ഒരു മോക്ഷം അവൻ ആവശ്യമാണ്. മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു കിട്ടിയില്ല. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ നടത്തി കിട്ടിയില്ല. തീർത്ഥയാത്രകൾ നടത്തി കിട്ടിയില്ല. പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തി നോക്കി കിട്ടിയില്ല. എന്തിനധികം പറയുന്നു, മോക്ഷം തേടി ഈശ്വര കടാക്ഷം തേടി ഈ പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടിനുറുക്കി നരബലി കൊടുത്തു നോക്കിയില്ലേ? കിട്ടിയോ മോക്ഷം എന്ന് ചോദിച്ചാൽ കിട്ടിയില്ലെന്ന് മാത്രമല്ല, അകത്ത് തൊടുന്ന ചപ്പാത്തി തിന്നുകയാണിപ്പം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ മോക്ഷത്തിനായി ആവുന്ന പണി 58 ചെയ്ത് ഒടുവിൽ പരാജയപ്പെട്ട് മോക്ഷം നേടി ഈശ്വരന്മാരോട് നിലവിളിച്ചപ്പോൾ സന്തോഷത്തോടെ പറയാ, മനുഷ്യന്റെ സകല നിലവിളിക്കും മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്ന് ലോകത്തോട് വിളംബരം ചെയ്തൊരു സന്ദേശം. അതേ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവിക ശബ്ദം, അതാണ് ഈ സന്ധ്യാസമയത്ത് പാലോട് ജംഗ്ഷനിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശുക്രിസ്തു എന്ന യുഗപുരുഷന്റെ സന്ദേശം. അതുകൊണ്ട് ആവർത്തിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് തെറ്റിന്റെ, ഇരുട്ടിന്റെ, തിന്മയുടെ പടുകുടിയിൽ നിന്ന് ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി പഴയകാല ജീവിതത്തെ പടുകുടിയിലിട്ടുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും നാമെ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനായി ജീവിതത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ കഴിയുന്ന ഉലകം കണ്ട ഏക സന്ദേശം അത് സുവിശേഷമാണെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അഭിമാനത്തോടെ പാലോട് പ്രദേശത്ത് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങളാരും പരസ്യം പറഞ്ഞു നിങ്ങളെ പറ്റിക്കാൻ വന്നതല്ല. സിനിമാ നടൻ മമ്മൂട്ടി TV വന്ന് പറഞ്ഞു, എന്റെ ഗ്ലാമറിന്റെ രഹസ്യം ഇന്ദുലേഖ സോപ്പ്. ഇത് കേട്ടിട്ട് ഒരു അമ്മാവൻ 6 മാസം മേടിച്ച് തേച്ചു, വെളുത്തില്ല. ഒടുവിൽ കോടതി കേസ് കൊടുത്തു, നഷ്ടപരിഹാരം മേടിച്ചു. നിങ്ങൾ അറിഞ്ഞതാ. അതുപോലെ ഞങ്ങളാരും പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ വന്നതല്ല. ഇവിടെ നിൽക്കുന്ന കള്ളുഷാപ്പ് നടത്തിയിരുന്ന ഫ്രാൻസിസിന്റെ ജീവിതവും, കള്ളു കുടിച്ച് നടന്ന ഷമീർ അബ്ദുൽ സലാമിന്റെ ജീവിതവും, ഇവിടെ നിൽക്കുന്ന രാംലാൽ രാമചന്ദ്രന്റെ ജീവിതവും, ഇവിടത്തെ പ്രിൻസ് വർഗീസിന്റെ ജീവിതവും, അങ്ങനെ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച് ഉലകം കണ്ട ഏക സന്ദേശമാകുന്ന സുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് പാലോട് ദേശത്തിന്റെ ഭാവി തലമുറയെ ആഹ്വാനം ചെയ്തുകൊണ്ട്, തിന്മയുടെ വഴികളോട് ടാറ്റ പറഞ്ഞുകൊണ്ട്, കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയായി ജീവിപ്പാൻ ഞങ്ങളുടെ അടുക്കൽ കാവിയുടുത്തു വന്നാലും തൊപ്പിയിട്ട് വന്നാലും കൊന്തയിട്ട് വന്നാലും ഞങ്ങൾ ഉപദേശിമാർ തോളെ കൈവച്ച് ആദ്യം വിളിക്കുന്നത് ഒന്നേ ഉള്ളൂ, ബ്രദറെ എന്താ പേര്, ബ്രദർ ഇവിടെ താമസിക്കുന്നേ, ബ്രദറെ സുഖമാണോ, ബ്രദറെ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അർത്ഥം സഹോദര. അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് ഞങ്ങളിൽ വരുത്തിയ മാറ്റം. ഞങ്ങളുടെ ആരുടെയും പേരും സർട്ടിഫിക്കറ്റും ഒന്നും മാറിയില്ല.